السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله، بلغ الرسالة وأدى الأمانة، صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا، إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما، واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى، فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ഉപദേശങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ 3 ആയത്തുകളിലായി 9 കാര്യങ്ങൾ ഉപദേശിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, സൂറത്തുൽ അൻആമിന്റെ 151, 152, 153 ആയത്തുകൾ. ഈ 3 ആയത്തുകളിൽ നബിതങ്ങളുടെ ഉപദേശമാണ്. കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പറയുന്നത് ഖുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, തആലൗ നിങ്ങൾ ഓരോരുത്തരും വരിക, അത്ലു മാ ഹറമ അലൈക്കും റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ ഓതിത്തരാം. അതുകൊണ്ട് ഈ 3 ആയത്തുകളിൽ അടക്കം ചെയ്തിരിക്കുന്ന കാര്യം അല്ലാഹുവിന്റെയും വിശുദ്ധ ഖുർആനിന്റെയും നബിതങ്ങളുടെയും സാരോപദേശങ്ങളാണ്. 3 ആയത്തുകളുടെയും അവസാനം ദാലികും വസ്സാകും ബിഹി, ദാലികും വസ്സാകും ബിഹി, ദാലികും വസ്സാകും ബിഹി എന്നതാണ്. അതിൽ ആദ്യത്തെ കാര്യം അല്ലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവിന്റെ കൂട്ടത്തിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞയാഴ്ച ചർച്ച ചെയ്തു. രണ്ടാമത്തെ നിർദ്ദേശം വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യണം, അവർക്ക് ഗുണം ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ ആരാധനയുടെ കൂട്ടത്തിൽ
മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യണം എന്ന പരാമർശം നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളിൽ ആദ്യമായി അവന്റെ കടമയും ബാധ്യതയും മാതാവിനോടാണ്, പിന്നീട് പിതാവിനോടാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയോടുള്ള കടപ്പാടിന് പ്രത്യേകമായ സ്ഥാനം വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു സഹാബിയായിരുന്നു ഹാരിസ് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാനിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. മഹദി ആയിഷ പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രി കണ്ട സ്വപ്നത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ രാത്രി സ്വപ്നത്തിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ദഖൽതുൽ ജന്നത ഫസമിഅതു ഫീഹൽ ഖിറാഅ. ഞാൻ രാത്രി സ്വപ്നത്തിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ആ സ്വർഗ്ഗത്തിൽ ഖുർആനിന്റെ പാരായണം കേട്ടു. എന്നെ കൂട്ടിക്കൊണ്ടുപോയ മാലാഖമാരോട് ചോദിച്ചു, ആരായി ഖുർആൻ ഓതുന്നത്? ഒരു മലക്ക് പറഞ്ഞു, ഇത് ഹാരിസത്തു ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സംഭവം വിവരിച്ചിട്ട് മഹദി ആയിഷയോട് പറയാണ്, കദാലികൽ ബിർ വകാന അമറൻ നാസി ബിഉമ്മിഹി. ഇങ്ങനെയാണ് ഗുണം ചെയ്യുന്നവർക്ക് കിട്ടേണ്ടുന്ന പ്രയോജനവും പ്രതിഫലവും. ഇങ്ങനെയാണ് ഉപകാരം ചെയ്യുന്നവർക്ക് പ്രതിഫലം ലഭിക്കുന്നത്. വകാന അബറൻ നാസി ബിഉമ്മിഹി. ഈ ഹാരിസത്ത് ബിൻ നുഅ്മാൻ ഉമ്മക്ക് ഏറ്റവും നല്ല നിലയിൽ ഖിദ്മത്ത് ചെയ്യുന്ന, ഉപകാരം ചെയ്യുന്ന സഹാബിയായിരുന്നു. അപ്പൊ ദുനിയാവിൽ ഉമ്മാക്ക് ഗുണം ചെയ്തതിന്റെ പേരിൽ സ്വർഗത്തിൽ എത്തിയതിനു ശേഷവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള അവസരം. സ്പെയിനിൽ വലിയ ഒരു ആലിം ഉണ്ടായിരുന്നു, ബഖിയുദ്ദീൻ ഇബ്നു മുഹല്ലദ്. അദ്ദേഹത്തിന്റെ റീഡിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു സ്ത്രീ വന്നു. മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് ആ സ്ത്രീ പറയുകയാണ്, മഹാനവറുകളെ, എന്റെ മകനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ദുആയിരക്കണം. എന്റെ മകനെ വലിയ ഒരു കൊള്ളസംഘം തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്, അവനെ മടക്കി നൽകാൻ ഉയർന്ന സമ്പത്ത് ആവശ്യപ്പെടുകയാണ്. അത്രയും വലിയ സമ്പത്ത് കൊടുക്കാൻ എനിക്ക് ത്രാണിയും ശേഷിയും കഴിവില്ല. ബഖിയുദ്ദീൻ ഇബ്നു മുഹല്ലദ് പറഞ്ഞു, നിങ്ങൾ മാതാവാണ്, നിങ്ങൾ മകന് ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യും, ഞാൻ മറയുടെ പിന്നിൽ നിന്ന് ആമീൻ വിളിക്കും. ആ മാതാവ് ദുആയിരുന്നു, അല്ലാഹുവേ, സമ്പത്തൊന്നും കൊടുക്കാതെ എന്റെ മകനെ നീ രക്ഷപ്പെടുത്തേണമേ. ബഖിയുദ്ദീൻ ഇബ്നു മുഹല്ലദ് എന്ന പണ്ഡിതൻ ആമീൻ പറഞ്ഞു. പിറ്റേ ദിവസം അതേ ഉമ്മ ബഖിയുദ്ദീൻ ഇബ്നു മുഹല്ലദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എന്റെ മകൻ രക്ഷപ്പെട്ടു. നമ്മളിവിടെ ദുആയിരുന്നു കൊണ്ടിരുന്നപ്പോഴും മകനെ തട്ടിക്കൊണ്ടുപോയ കൊള്ളസംഘം മകനെ ചങ്ങലയിൽ ബന്ധിച്ചിരുന്നു. ആ ചങ്ങല പൊട്ടി താഴേക്ക് വീണു. കൊള്ളസംഘം വീണ്ടും വേറെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു, അതും പൊട്ടി താഴേക്ക് വീണു. വീണ്ടും വേറെ ചങ്ങല കൊണ്ട് ആ മകനെ ബന്ധിച്ചു, അതും പൊട്ടി തകർന്നരപ്പണമായി താഴേക്ക് വീണു. അപ്പൊ കൊള്ളസംഘം തന്നെ പേടിച്ചു, എന്തോ ഒരു അദൃശ്യമായ ശക്തി ഇവന്റെ പിന്നിലുണ്ട്, ഇനിയും ഇവനെ അവശേഷിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവതാളത്തിലായിരിക്കും. അങ്ങനെ അവര് പെട്ടെന്ന് എന്നെ വാഹനത്തിൽ കയറ്റി എന്റെ മകനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അവര് പൊടുന്നനെ വലിഞ്ഞു. മക്കൾക്ക് വേണ്ടി ഉമ്മ ചെയ്യുന്ന, മാതാവ് ചെയ്യുന്ന ദുആന്റെ ശക്തിയെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുണ്ട്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അൻ ഇശ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. നാം മനുഷ്യരോട് ഉപദേശിക്കുകയാണ് അവരുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ.
എല്ലാവരും മാതാപിതാക്കളുടെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ആധുനിക യുഗത്തിൽ ഉമ്മ എന്ന സങ്കല്പമില്ല, ഉപ്പ എന്ന സങ്കല്പമില്ല. സ്വന്തമായി അസ്ഥിപഞ്ജരങ്ങൾക്ക് ശക്തി വരുമ്പോൾ, സ്വന്തമായ വീക്ഷണങ്ങളും ചിന്താഗതിയിലും എത്തുമ്പോൾ മനുഷ്യൻ അവനെക്കുറിച്ച് തന്റെ ധാരണയും തന്റെ സങ്കല്പവും തന്റെ വീക്ഷണവും ശരിയാണ്. എന്റെ ഉമ്മ പഴഞ്ചനാണ്, എന്റെ ഉപ്പ പഴഞ്ചനാണ്. വൃദ്ധസദനങ്ങളിലേക്ക് ഉമ്മമാരെയും ഉപ്പമാരെയും വലിച്ചിടുന്ന ദാരുണമായ അവസ്ഥയാണ്. വിശുദ്ധ ഖുർആനിൽ എത്രയോ ആയത്തുകളിൽ മാതാപിതാക്കളോടുള്ള കടമ പാലിക്കണം എന്ന നിർദ്ദേശമുണ്ട്. എന്നിട്ട് ഉമ്മയെ കുറിച്ച് ആ ഖുർആൻ പറയുന്നത് ആ ഉമ്മയാണ് ആ മനുഷ്യനെ ഗർഭം ചുമന്നുകൊണ്ട് നടന്നത്. ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം. ഇന്ന് നമുക്ക് മനോഹരമായ രണ്ട് കണ്ണുകൾ, മനോഹരമായ രണ്ട് ചെവികൾ, സംസാരിക്കാൻ നല്ല നാവ്, നല്ല ശരീരത്തിന്റെ ഘടനയും പുഷ്ടിയും. എന്നാൽ ഈ ഉയർന്ന അവസ്ഥയിൽ നിന്നെ എത്തിച്ചതാരാണ്? നിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? 10 മാസം ഈ ഉമ്മാന്റെ ഉദരത്തിൽ കടന്നു. ഉമ്മയാണ് എങ്കിൽ ക്ഷീണവും ധാരാളം തളർച്ചയും. നിന്റെ ഗർഭം ചുമന്നതിന്റെ പേരിൽ എത്രയോ ദിവസം അന്നപാനീയങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിക്കുന്ന അന്ന അങ്ങനെ തന്നെ ഛർദ്ദിച്ച് പുറത്തേക്ക് പോവുകയാണ്. ക്ഷീണത്തിന്റെ മേൽ ക്ഷീണവുമായിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ ഗർഭാശയത്തിൽ ചുമന്നുകൊണ്ട് നടന്നത്. 2 വർഷം മുമ്പ് നിനക്ക് മുലപ്പാല് നൽകി. എത്രയോ രാത്രികളാണ് നിനക്ക് വേണ്ടി ആ ഉമ്മാന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയത്. നീ ചിലപ്പോ രാത്രി കരയും. ആ സമയത്ത് ഉമ്മ നിന്നെ നെഞ്ചോട് അടച്ചു പിടിക്കും. നീ ചിലപ്പോ ആ ഉമ്മാന്റെ മടിത്തട്ട് നിന്റെ ടോയ്ലറ്റ് ആയിരുന്നു, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഇടമായിരുന്നു. അത് കഴുകി വൃത്തിയാക്കും. ഇങ്ങനെ എത്രയോ രാത്രികൾ പകലുകൾ നിനക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ടോ? 2 വർഷം അവന് ആ ഉമ്മ നിനക്ക് മുലപ്പാല് നൽകി. അതുകൊണ്ട് അല്ലാഹു പറയാ, ലോകത്തുള്ള ഓരോ മനുഷ്യരും എനിക്ക് നന്ദി രേഖപ്പെടുത്തണം. അതിന്റെ കൂട്ടത്തിൽ മാതാപിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തണം. അള്ളാഹ്ക്ക് നന്ദി രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തില് മാതാപിതാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. നീ എനിക്ക് നന്ദി രേഖപ്പെടുത്തണം, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തണം. എന്റെ അടുക്കലേക്കാണ് നിങ്ങൾ എല്ലാവരും മടങ്ങി വരുന്നത്. അതുകൊണ്ട് ഉമ്മയോട് കൂടുതൽ കടമയുണ്ട്. അതുപോലെ തന്നെ ഉപ്പയോടും നമുക്ക് കടമയുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ബുഖാരി ശരീഫിന്റെ റിവായത്ത്, ലം യതകല്ലം ഫിൽ മഹദി ഇല്ലാ സലാസത്തു. 3 കുട്ടികളല്ലാതെ തൊട്ടിലിൽ വെച്ച് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ സംസാരിച്ചിട്ടില്ല. ഒന്നാമതായിട്ട് ഈസാ നബി അലൈഹിസ്സലാമാണ് തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത്. ഈസാ നബി അലൈഹിസ്സലാം ഉപ്പയില്ലാതെ പ്രസവിക്കപ്പെട്ട ഒരു കുട്ടിയാണ്. അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. അതും മറിയം ബീവി എന്ന് പറയുന്ന ഹന്നത്ത് ബീവിയുടെ സാലിഹത്തായ ഒരു പെൺകുട്ടി. കുടുംബത്തിലൊക്കെ വലിയ വിമർശനമുണ്ടായി, വലിയ ആക്ഷേപം ഉണ്ടായി. കുടുംബക്കാരൊക്കെ മറിയമിനെ ആക്ഷേപിക്കാൻ തുടങ്ങി. നീ വലിയ സാലിഹത്തായ സാത്വികനായ ആരുടെ മകളാണ്? നമ്മുടെ കുടുംബത്തിലൊന്നും ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല. എങ്ങനെയാ നീ ഒരു കുട്ടിയുമായിട്ട് വരുന്നത്? മറിയം ബീവി എന്ത് ചെയ്തു? അവരൊന്നും മറുപടി പറയാൻ നിന്നില്ല. കാരണം ഒരു അസംഭവ്യമായ കാര്യം സംഭവിച്ചിരിക്കുകയാണ്. നോർമലായി മനുഷ്യന്റെ ഇടയിൽ സംഭവിക്കുന്നത് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും കുട്ടി ജനിക്കലാണ്. ഇവിടെ പിതാവില്ലാതെ കുട്ടി ജനിച്ചിരിക്കുക. അല്ലാഹു തന്നെ മറിയമിന് ബോധനം നൽകി. നിങ്ങൾ മറുപടി പറയേണ്ട, കുട്ടി മറുപടി പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാമിലേക്ക് സൂചന നൽകി.
فقالوا كيف نكلم من كان في المهد صبيا. ജനങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കുന്നത്? ഇത് പറയേണ്ടുന്ന താമസം ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുകയാണ്. സൂറത്ത് മറിയമിൽ പറയുന്നു ആ സംസാരത്തെക്കുറിച്ച്. إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى بن مريم قول الحق التي فيه تمترون. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ ദാസനാണ്. കാരണം പിൽക്കാലത്ത് ദൈവപുത്രൻ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് തൊട്ടിലിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ, എനിക്ക് അല്ലാഹു വേദഗ്രന്ഥം നൽകി, ഇൻജീൽ എന്ന വേദഗ്രന്ഥം. ആതാനിയൽ കിതാബ വജഅലനി നബിയ, അല്ലാഹു എന്നെ പ്രവാചകനാക്കുകയും ചെയ്തു. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും അല്ലാഹു എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുകയാണ്. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ കുന്തു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമെല്ലാം നമസ്കാരം നിർവഹിക്കണം എന്നും സകാത്ത് കൊടുത്തു വീടണം എന്നും അല്ലാഹു എന്നോട് ഉപദേശിക്കുകയാണ്. എന്റെ ഉമ്മയ്ക്ക് ഗുണം ചെയ്യണം എന്നും പ്രത്യേകം പറയാം, ഉമ്മയ്ക്ക് ഗുണം ചെയ്യണം. എന്നെ നിഷ്ഠൂരനും പരാജയമാക്കിയിട്ടില്ല അല്ലാഹു. വസ്സലാമു അലയ്യ യൗമ ഉലിദു, ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസവും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് അനുഗ്രഹം കിട്ടിയ ആളാണ്. വയൗമ അമൂതു, ഞാൻ മരിക്കുന്ന ദിവസവും. വയൗമ ഉബഅതു ഹയ്യ, നാളെ മഹ്ശറിൽ എന്നെ പുനർജീവിപ്പിക്കപ്പെടുന്ന വേളയിലും. ഈസ ഇബ്നു മറിയമാണ് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ഒരു കുട്ടി. നബിതങ്ങൾ പറയാ, രണ്ടാമത്തെ കുട്ടി ജുറൈജ്. ബനൂ ഇസ്രായേലിൽ വലിയ ഒരു ആബിദ് ഉണ്ടായിരുന്നു. ആ ആബിദാണെങ്കിൽ ഒരു ആശ്രമം, ഒരു മഠം നിർമ്മിച്ച് അതിന്റെ ഉള്ളിൽ നമസ്കാരത്തിലും ഇബാദത്തിലും തന്നെ ലയിച്ചു. ആ ജുറൈജ് എന്ന് പറയുന്ന സാത്വികനായ മനുഷ്യനെ കാണാൻ വേണ്ടി ഒരു ദിവസം ഉമ്മ മഠത്തിലെത്തി. ജുറൈജ് എന്ന് പറയുന്ന തന്റെ പ്രിയങ്കരനായ മകൻ നമസ്കാരത്തിലാണ്. ഉമ്മ വിളിച്ചു, യാ ജുറൈജ്. ജുറൈജ് ഹൃദയം കൊണ്ട് ചിന്തിച്ചു, ഞാൻ നിസ്കാരം അയച്ചിട്ട് ഉമ്മാക്ക് വിളിക്ക് ഉത്തരം നൽകണോ അതോ നിസ്കാരത്തിൽ തന്നെ വ്യാപകനാകണോ? വീണ്ടും ഉമ്മ വിളിച്ചു, യാ ജുറൈജ്. ജുറൈജ് അപ്പോഴും ചിന്തിക്കുക, ഞാൻ നിസ്കാരം അയച്ചിട്ട് ഉമ്മക്ക് മറുപടി കൊടുക്കണോ, നിസ്കാരത്തിൽ തന്നെ നിലയുറപ്പിക്കണോ? വീണ്ടും ഉമ്മ വിളിച്ചു, യാ ജുറൈജ്. ജുറൈജ് തീരുമാനിച്ചു, നമസ്കാരം പൂർത്തിയാക്കിയിട്ട് വിളിക്ക് ഉത്തരം കൊടുത്തു. ഉമ്മാന്റെ ഹൃദയത്തിൽ ദുഃഖമുണ്ടായി. ഞാനാണല്ലോ ഇവനെ പെട്ടു വളർത്തിയത്, ഇവനെപ്പോൾ ആശ്രമം മഠമൊക്കെ ഉണ്ടാക്കി വലിയ ഇബാദത്തിൽ നിരതനായിരിക്കും. ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ലാ തുമീതുഹു, അല്ലാഹുവേ നീ ഇവനെ മരിപ്പിക്കരുത്. ഹത്താ തറാ വജ്ഹൽ സാനിയ, ഒരു വേശ്യയായ സ്ത്രീയുടെ മുഖം കാണിക്കാതെ ഇവനെ നീ മരിപ്പിക്കരുത്. ഉമ്മ മടങ്ങിപ്പോയി. ഏതാനും ദിവസം കഴിഞ്ഞു, ഒരു മോശമായ സ്ത്രീ ജുറൈജിന്റെ മഠത്തിൽ വന്ന് വാതിൽ തട്ടി, എന്റെ ആഗ്രഹം പൂർത്തിയാക്കി തരണമെന്ന് പറഞ്ഞു. ജുറൈജ് പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല. ആ സ്ത്രീ നേരെ ഒരു ആട്ടിടയന്റെ അടുക്കൽ പോയി ആട്ടിടയനുമായി പ്രാപിച്ചു. അതിൽ നിന്ന് കുട്ടി ജനിച്ചു. സ്ത്രീയോട് ചോദിച്ചത് ആരുടെ കുട്ടിയാണ്? സ്ത്രീ പറഞ്ഞു, ജുറൈജിന്റെ കുട്ടിയാണ്. ആരോപണമുണ്ടായി. ജനങ്ങളെല്ലാവരും വന്ന് ആദ്യമായി ആശ്രമം അടിച്ചു കൊടുത്തു.
ജുറൈജിനെ ശക്തമായി മർദ്ദിച്ചു, ഉപദ്രവിച്ചു. ജുറൈജ് ചോദിച്ചു, എന്തിനാണ് എന്നെ നിങ്ങൾ മർദ്ദിക്കുന്നത്? എന്തിനാണ് ഞാൻ ആരാധിച്ചു കൊണ്ടിരുന്ന ഈ ആശ്രമത്തിനെയും മഠത്തെയും പൊളിച്ചു കളഞ്ഞത്? നിങ്ങൾ വലിയ വിവാദത്തുകാരനായിട്ട് പെണ്ണു കേസിൽ പ്രതിയായിരിക്കുക. സംഗതി അന്വേഷിച്ചപ്പോഴാണ് ഇന്ന കുട്ടിയുടെ പിതാവായിട്ട് ആ സ്ത്രീ നിങ്ങളെയാണ് വാദിക്കുന്നത് എന്നറിയുന്നത്. ജുറൈജ് മുഴുവൻ ജനങ്ങളെയും കൂടി ആ കുട്ടിയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അരയിൽ കൊണ്ട് കുത്തി കൊടുത്തിട്ട് ചോദിക്കുകയുണ്ടായി, മന്നബൂക്ക, മോനെ നിന്റെ ഉപ്പ ആരാണ് എന്ന് പറഞ്ഞു. ആ കുട്ടി തൊട്ടിലിൽ കിടക്കുകയാണ്. ആ കുട്ടി സംസാരിച്ചു, എന്റെ ഉപ്പ ഇന്ന ആട്ടിടയനാണ്. ആട്ടിടയന്റെ പേര് പറയും. ജനങ്ങളെല്ലാവരും ജുറൈജിന്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. നിങ്ങളെ കുറിച്ച് നിങ്ങൾ ആരോപണം പറഞ്ഞു, നിങ്ങളെ മർദ്ദിച്ചു, നിങ്ങളെ ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല, നിങ്ങളുടെ ആശ്രമം മഠത്തിന് നമ്മൾ പൊളിക്കുകയും ചെയ്തു. ഞങ്ങൾ സ്വർണം കൊണ്ടുള്ള ഒരു ആശ്രമ മഠം നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു. ജുറൈജ് പറഞ്ഞു, എനിക്ക് സ്വർണത്തിനാലുള്ള ആശ്രമം മഠമൊന്നും വേണ്ട, എല്ലാ മണ്ണ് കൊണ്ടുള്ള ആശ്രമ മഠം അങ്ങനെ തന്നെ നിങ്ങൾ നിർമ്മിച്ചു നൽകിയാൽ. ചുരുക്കത്തിൽ ജുറൈജ് ഒരു കുട്ടിയെ സംസാരിപ്പിച്ചു. മൂന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ബനൂ ഇസ്രായേലിൽ ഒരു സ്ത്രീ കുട്ടിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വാഹനത്തിൽ യാത്ര ചെയ്തു വരികയാണ്. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രൗഢിയും നല്ല സ്ഥാനവും നല്ല സമ്പത്തും ഒക്കെ ഉള്ള ആളാണ് എന്ന് തോന്നും. അത്രയും കൂടിയ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്, അത്രയും കൂടിയ ചെരുപ്പ് ധരിച്ചിട്ടുണ്ട്. അപ്പൊ പാല് കൊടുത്തുകൊണ്ടിരുന്ന ഉമ്മ പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ വലദി മിത്ലഹു, അല്ലാഹു എന്റെ മോനെയും ഭാവിയിൽ ഇത്രയും വലിയൊരു സമ്പന്നനും നല്ല അംഗീകാരമുള്ള ആളുമാക്കണം. കുട്ടി അപ്പോഴെ തന്നെ മുലകുടി ഉപേക്ഷിച്ചിട്ട് ദുആയിരക്കുകയുണ്ടായി, അല്ലാഹുമ്മ ലാ തജഅൽനി മിത്ലഹു, അല്ലാഹു ഒരിക്കൽ ഇവനെ പോലെ എന്നെ നീ ആക്കരുത്. ഉമ്മാക്ക് ആശ്ചര്യമായി, എങ്ങനെയായി ഈ കുട്ടി സംസാരിക്കുന്നത്? വീണ്ടും മാതാവ് പാല് കുടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അതിലൂടെ കടന്നു പോവുകയാണ്. ജനങ്ങളാണെങ്കിൽ ആ സ്ത്രീയെ ചെരുപ്പ് കൊണ്ടടിക്കുന്നു, ചിലരാണെങ്കിൽ വടി കൊണ്ടടിക്കുന്നു, ചിലരാണെങ്കിൽ അവളെ ആക്ഷേപിക്കുന്നു, ചിലരാണെങ്കിൽ അവളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്നു. അവഗണിക്കപ്പെട്ട നിലയിൽ ജനങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ആ സ്ത്രീയെ കണ്ടപ്പോ പാല് കുടിപ്പിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജഅൽ വലദി മിത്ലഹ, അല്ലാഹുവേ ഒരിക്കലും എന്റെ മോനെ ഇവളെ പോലെ ആക്കരുത്. കുട്ടി പാല് കുടിയൊക്കെ ഉപയോഗിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനി മിത്ലഹ, അല്ലാഹു എന്നെ ഇവളെ പോലെ ആക്കരുത്. മാതാവ് ചോദിച്ചു, മോനെ നീ ആദ്യത്തെ ആളെ കണ്ടപ്പോ പറഞ്ഞു ഇവിടെ പോലെ ആക്കരുത്, എന്തുകൊണ്ടാണ്? ആ കുട്ടി പറയുകയാണ്, എത്ര വലിയ ആഡംബരത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്തത് എങ്കിലും, എത്ര മേൽത്തരം വാഹനത്തിലാണ് എങ്കിലും, എത്ര കൂടിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അയാൾ യാത്ര ചെയ്തത് എങ്കിലും, അയാൾ കാഫിറാണ്, ഞാൻ കാഫിറാകാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത് ജനങ്ങൾ ചെരുപ്പ് കൊണ്ട് വർദ്ധിക്കുന്ന, ജനങ്ങൾ ആക്ഷേപിക്കുന്ന ഈ സ്ത്രീ, ഇവളെ കുറിച്ച് ജനങ്ങൾ പറയുന്നു ഇവളെ വ്യഭിചാരിയാണ് എന്ന്. ഞാനവളെ വ്യഭിചാരിയാണ്. അവൾ ആ സമയത്ത് പറയുന്നത്, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, അല്ലാഹ് ഇക്കാര്യം കൃത്യമായി അറിയാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ മേൽ എല്ലാ കാര്യങ്ങളും ബലമേൽപ്പിക്കുന്ന ഈ സ്ത്രീ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിയാലും ഈ സ്ത്രീയെ പോലെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ പറയുന്നു, സറത്തി, നീ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വാദിക്കുന്നു. എന്നാൽ ആ സ്ത്രീ പറയുന്നു, ഹസ്ബി അല്ലാഹ്, അല്ലാഹു എനിക്ക് മതി, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. മോഷണം ചെയ്യാതെ, വ്യഭിചാരം നടത്താതെ, വ്യഭിചാരവും മോഷണവും ആരോപിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ മേൽ ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതിന്റെ ഇടയിലും അവൾ വിളിച്ചു പറയുന്ന വാക്ക് ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി. അതുകൊണ്ട് അല്ലാഹുവിന്റെ മേൽ എല്ലാ കാര്യങ്ങളും ബലമേൽപ്പിക്കുന്ന അത്യുന്നതമായ ഈ സ്ത്രീയുടെ ഗുണത്തിൽ ഞാൻ ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അല്ലാഹുമ്മ ജഅൽനി മിത്ലഹ, അല്ലാഹു എന്നെ നീ ഉറപ്പോലാക്കുമെന്ന് ഞാൻ പറയുന്നു. ഈ സംഭവം ഏതെങ്കിലും കെട്ടുകഥയില്ല. ഇമാം ബുഖാരി അലൈഹി റഹ്മ അദ്ദേഹത്തിന്റെ കിതാബിൽ റിവായത്ത് ചെയ്തു. ഒരു കിതാബ് വേറെ കിതാബിൽ നിന്നല്ല, നേരിട്ട് ബുഖാരിയിൽ നിന്ന് പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ എന്റെ ഇവിടെ ജുറൈജ് എന്ന് പറയുന്ന ബനൂ ഇസ്രായേലിന്റെ വലിയ ഒരു ആബിദ് ഉമ്മാന്റെ ബദ്ദുആ ഏറ്റു എന്നാണ് ഞാൻ പറഞ്ഞു.
അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഉമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പാന്റെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ ആനന്ദവും കുളിർമയും നൽകണം. മുസ്ലിം ശരീഫിൽ ഒരു റിവായത്ത് ഉവൈസുൽ ഖർനി ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് മസ്ജിദ് നബവിയിൽ നമസ്കരിച്ചു കഴിഞ്ഞപ്പോ ഖർനിൽ നിന്ന് വന്ന ഒരാളെ കണ്ടു. അദ്ദേഹത്തിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. ഫാറൂഖ് പറഞ്ഞു, ഇദ്ദേഹത്തിനോട് നിങ്ങളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അവിടെ നമസ്കരിച്ച മുഴുവൻ ആൾക്കാരും ഖർനിൽ നിന്ന് വന്ന് അദ്ദേഹത്തിനെ കൊണ്ട് ദുആ ചെയ്തു. ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഖർനിൽ നിന്ന് വന്ന ഇയാൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ എന്നെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു? ഞാൻ നബിതങ്ങളെ കണ്ടിട്ടില്ല, ഞാൻ നബിതങ്ങളുടെ കൂട്ടത്തിൽ സഹവസിച്ചിട്ടില്ല, നിങ്ങൾ നബിതങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ സഹാബിമാരാണ്, നിങ്ങളാ എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾക്കൊരു ഉപദേശം നൽകി. ഖർന് എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്ന്, യമനിന്റെ പ്രവിശ്യയാണ്, അവിടെ നിന്നൊരു മനുഷ്യൻ വരും, ഉവൈസ് എന്ന പേര്. അദ്ദേഹത്തിനെ കൊണ്ട് നിങ്ങൾ ദുആയിലെത്തിക്കണം, അദ്ദേഹം ദുആ ചെയ്താൽ സ്വീകരിക്കും. എന്ത് മഹത്വമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഉവൈസുൽ ഖർനിയോട് ചോദിച്ചപ്പോൾ ഉവൈസുൽ ഖർനി പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതകാലത്ത് ഞാൻ യമനിൽ ഖർനിൽ നിന്ന് മദീനയിൽ വന്ന അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ട് നബിതങ്ങളുടെ സഹവാസത്തിലൂടെ സഹാബി എന്ന പട്ടം നേടാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്റെ മാതാവാണ് എങ്കിൽ വൃദ്ധയായിരുന്നു, ഞാനല്ലാതെ അവൾക്ക് സേവനം ചെയ്യാൻ മറ്റാരുമില്ല. ഉമ്മയോട് ഞാൻ അനുവാദം നേടി. എന്റെ ഉമ്മ, എന്റെ ആഗ്രഹമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി പ്രവാചകനാണ്. ആ പ്രവാചകന്റെ അടുക്കൽ പോയി പ്രവാചകനെ കണ്ട് പ്രവാചകന്റെ കൂട്ടത്തിൽ സഹവസിച്ച് അതിനുശേഷം ഞാൻ മടങ്ങി വരാം. ഉമ്മ എന്നോട് ചോദിച്ചു, മോനെ നീ പോയി കഴിഞ്ഞാൽ ഇത്രയും ദിവസം എന്നെ ആരാ സംരക്ഷിക്കുന്നത്? അങ്ങനെ ഉമ്മാന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ മദീനയിലേക്ക് വരാതെ ഖർനിൽ തന്നെ കഴിഞ്ഞുകൂടി. ഉമ്മാന്റെ സേവനത്തിൽ തന്നെ നിരതനായി. ഉമ്മ മരണപ്പെട്ടതിന് ശേഷം ഞാൻ മദീനയിൽ വന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹവാസം എത്ര ഉയർന്ന കാര്യമാണ്. എന്നാൽ ആ സഹവാസത്തിന് സഹാബി എന്ന പട്ടം നേടുന്നതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മാതാവിന് സേവനം ചെയ്ത ഒരു സഹാബിയെ കുറിച്ച്, അവരെ കുറിച്ച് ചരിത്രത്തിൽ മുഹ്ളറമീങ്ങൾ എന്നറിയപ്പെടുന്നു. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. നബിതങ്ങളെ കാണാനോ നബിതങ്ങളുടെ കൂട്ടത്തിൽ സഹവസിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഉവൈസുൽ ഖർനിയെ പോലെ, അബൂ മുസ്ലിം അൽ ഖൗലാനിയെ പോലെ, അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ അറേബ്യൻ ഭൂഖണ്ഡത്തിലും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹവാസം ഒഴിവാക്കി ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്തപ്പോ നബിതങ്ങൾ പറഞ്ഞു, അദ്ദേഹം ചെയ്ത ദുആ സ്വീകരിക്കുന്നു. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا وقضى ربك ألا تعبدوا إلا إياه. നിങ്ങളുടെ രക്ഷിതാവ് നിർദ്ദേശം നൽകുകയാണ്, അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം കേട്ടോ. മാതാപിതാക്കളിൽ രണ്ടുപേരല്ലെങ്കിൽ രണ്ടിലൊരാൾ പ്രായാധിക്യത്തിൽ നിന്റെ അടുക്കൽ എത്തിക്കുമ്പോൾ അവരിൽ നിന്ന് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും. അവർ രണ്ടുപേരോടും എന്നൊരു വാക്കുപോലും നീ പറയരുത്. അവർ രണ്ടുപേരെയും നീ ആട്ടുകയും ചെയ്യരുത്, അവരെ വിരട്ടുകയും ചെയ്യരുത്. രണ്ടുപേരോടും മാന്യമായിട്ട് സംസാരിക്കണം.
അനുകമ്പയുടെയും കാരുണ്യത്തിന്റെയും ചിറകവർക്ക് വേണ്ടി നീ വിരിച്ചു കൊടുക്കണം. നിന്നെ കാണുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കുളിർമയുണ്ടാകണം. നിന്റെ മുഖവും നിന്റെ പെരുമാറ്റവും നിന്റെ ശൈലിയും അങ്ങനെയായിരിക്കണം. ചിലപ്പോൾ അവർ കിടപ്പറയിൽ മൂത്രിച്ചിട്ടുണ്ടാകും, കിടപ്പറയിൽ കാഷ്ടിച്ചിട്ടുണ്ടാകും. നീ ചിന്തിക്കേണ്ടുന്നത് അവരുടെ വഴിത്തട്ട് ഒരു കാലത്ത് നിന്റെ പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്ന കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും അവരോട് അനിഷ്ടകരമായ സമീപനം നടത്തരുത്. കാരുണ്യത്തിന്റെ ചിറക് നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി വിരിച്ചു കൊടുക്കണം. ജീവിതകാലമെല്ലാം അവര് മരിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യേണ്ടുന്ന ഒരു ദുആയുണ്ട്. റബ്ബി, എന്റെ രക്ഷിതാവേ, ഇർഹംഹുമാ, എന്റെ മാതാപിതാക്കൾക്ക് നിന്റെ കരുണ വർഷിക്കണമേ. കമാ റബ്ബയാനി സഗീറാ, ചെറിയ പ്രായത്തിൽ അവരെന്നെ പോറ്റി വളർത്തിയ പോലെ. ഇപ്പോഴും അവർക്ക് വേണ്ടി ദുആയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടമ ഇത് ഖുർആനിന്റെയും ഹദീസിന്റെയും നബിതങ്ങളുടെയും അല്ലാഹുവിന്റെയും ഉപദേശം. നബിയെ താങ്കൾ تعالوا أتل ما حرم عليكم ربكم ألا تشركوا به شيئا وبالوالدين إحسانا. നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ കൂട്ടത്തിൽ ഒന്നിനെയും ശിർക്ക് ചെയ്യരുത്, പങ്കു ചേർക്കരുത്. മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. ഒരിക്കലും അവരോട് നിങ്ങൾ അനുസരണക്കേട് കാണിക്കരുത്, അവരെ ഉപദ്രവിക്കരുത്. സർവശക്തനായ അല്ലാഹു നമുക്ക് ശരിയായി കാര്യങ്ങൾ പഠിക്കാനും അമൽ ചെയ്യാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. തെലങ്കാനയിൽ ഒരു മദ്രസയിൽ നിന്ന് അവിടുത്തെ ഉസ്താദ് വന്നിട്ടുണ്ട്. അവരുടെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സ്ഥലത്താണ് മദ്രസ നടത്തുന്നത്. സാമ്പത്തികമായ ചെലവിന് വേണ്ടിയാ വന്നിരിക്കുന്നത്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി ജുമാ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആ ഉസ്താദിനോട് അദ്ദേഹം ഖാസിമിയാണ്, മദ്രസയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. എല്ലാവരും ജുമാ കഴിഞ്ഞിട്ട് സഹകരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.